ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്വാർട്ടർ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്ത സമയത്ത് എനിക്ക് ധാരാളം മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് റിസൾട്ട് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്വാർട്ടർ റിസൾട്ടിൻ്റെ പകുതി കഴിഞ്ഞു. ശരിക്കും Q4 റിസൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ചെറിയ ഇൻപുട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിലാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് റിലീസ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള ഫോമാറ്റ് കാണും ട്രേഡ് ചെയ്യാനായിട്ട്. ഞാൻ എൻ്റെ ആയിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ട് ഡെവലപ്പ് ചെയ്ത ഫോമാറ്റിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രയോജനമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ഓൾറെഡി ഉള്ള ആ സിസ്റ്റത്തിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ സാധിക്കും. സോ ഞാൻ എൻ്റെ സിസ്റ്റം ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ബേസിക്കലി നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എൻ്റെ സ്മോൾ ക്യാപ് ട്രേഡറാണ്. ശരിക്ക് ഞാൻ ലാർജ് ക്യാപ് അല്ലെങ്കിൽ മിഡ് ക്യാപ് ഫോക്കസ്ഡ് അല്ല. രണ്ടാമത്തെ കാര്യം, എൻ്റെ ട്രേഡ്സൊക്കെ തന്നെയും റിസൾട്ട് വന്ന ഇമ്മീഡിയറ്റ് അനാലിസിസിൻ്റെ ബേസിൽ സ്റ്റോക്കിൽ നമ്മൾ ആക്ഷൻ എടുത്തിട്ട് അടുത്ത റിസൾട്ട് വരുന്നതിന് മുമ്പ് ആ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ചെയ്യാന്നുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് 3 months ട്രേഡേ ഉള്ളൂ. ശരിക്കും ഞാൻ ഒരിക്കലും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ അല്ല. അതാണ് ഇപ്പോഴും ഇൻവെസ്റ്റർ അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫിലോസഫി ലോങ് ടൈമിന് ചേരുന്നതല്ല. ശരിക്കും ഞാൻ എപ്പോഴും ഒരു 2 കൊല്ലം കൊണ്ട് 200% തരുന്ന സ്റ്റോക്കിനെക്കാട്ടിലും എനിക്കിഷ്ടം 2 മാസം കൊണ്ട് 20% തരുന്ന സ്റ്റോക്കിലാണ് എനിക്ക് താല്പര്യം. ശരിക്കും സോ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ അല്ല. എൻ്റെ ഫിലോസഫിയും എൻ്റെ ട്രേഡിംഗ് മെത്തേഡും ഒക്കെ തന്നെയും ഒരു ഷോർട്ട് ടൈം ട്രേഡ്സിനെ ബേസ് ചെയ്തുള്ള തന്നെയാണ്. ശരിക്കും ദാറ്റ് മീൻസ് 2 മാസം ട്രേഡ്, 3 മാസം ട്രേഡ് എന്ന് വെച്ചാൽ ഈ ക്വാർട്ടർ റിസൾട്ട് വരുന്നു, റിസൾട്ടിൻ്റെ ബേസിൽ നമ്മൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നു, നമ്മൾ അനാലിസിസ് നടത്തിയിട്ട് ആക്ഷൻ എടുക്കുന്നു. ആ ആക്ഷൻ്റെ ബേസിൽ നമ്മൾ സ്റ്റോക്കിൽ എൻട്രി ചെയ്ത് നമുക്കൊരു മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. ആ എക്സിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ടിന് മുമ്പായിരിക്കും. ശരിക്കും ദാറ്റ് മീൻസ് നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ട് തുടങ്ങി വിത്തിൻ 10 days നമ്മുടെ പോർട്ട്ഫോളിയോ കംപ്ലീറ്റ് 0 ആയിരിക്കും. ശരിക്കും നമ്മൾ ക്യാരി ഫോർവേഡ് എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ ട്രേഡിൽ ഇല്ല. ശരിക്കും അതാണ് ഞാൻ ഡെവലപ്പ് ചെയ്ത ട്രേഡിംഗ് മെത്തേഡ്. ഷോർട്ട് ടൈം ട്രേഡ് മാത്രമേ ഉള്ളൂ. ശരിക്കും എങ്ങനെയാണ് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്? ബേസിക്കലി ഞാൻ ഒരു പ്യുവർ ഫണ്ട അനലിസ്റ്റാണ്. ശരിക്കും കാര്യം വെച്ചാൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റ് ഫണ്ട സ്റ്റോക്കിന് മാത്രമേ ബെസ്റ്റ് റിസൾട്ട് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ന്യൂസിൻ്റെ പുറത്ത് കയറിപ്പോകുന്ന സ്റ്റോക്കുകളുണ്ട്. ന്യൂസ് വീക്കാകുമ്പം സ്റ്റോക്കെല്ലാം കൂടെ താഴെ പോവുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് ഫണ്ട ബെസ്റ്റ് അനലൈസ് ചെയ്യുന്നത്? പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്ലോക്ക് ബസ്റ്റർ ഫണ്ട അനാലിസിസ് നിങ്ങൾ പഠിക്കണം. ക്രിട്ടിക്കലായിട്ടുള്ള 9-10 ഇവാലുവേഷൻസ് നിങ്ങൾ പഠിക്കാനുണ്ട്. ആ ഇവാലുവേഷൻ്റെ കൂടെ ഏണിങ്സ് ഇൻപുട്ടും കൂടെ വരുമ്പോഴാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുന്നത്. ശരിക്കും ഞാനൊരു സ്മോൾ ക്യാപ് ഇൻവെസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ് ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തുമാത്രം ഫണ്ട അനാലിസിസിന് ക്രിട്ടിക്കൽ സ്ഥാനമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, സ്മോൾ ക്യാപ് ഇൻവെസ്റ്റിംഗ് ആണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. കാര്യം സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത് പ്ലേയിങ് വിത്ത് ഫയറാണ്. കിട്ടിയാൽ 50%, 100% കിട്ടും. പോയാൽ അതുപോലെ തന്നെ ഡ്രോ ഡൗൺ സംഭവിക്കും. അതുകൊണ്ട് തന്നെ അറിയാൻ മേലാതെ സ്മോൾ ക്യാപ്പിൽ വന്നാൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പ്ലേയിങ് വിത്ത് സ്മോൾ ക്യാപ്പ് ഈസ് നത്തിങ് ബട്ട് പ്ലേയിങ് വിത്ത് ഫയറാണ്. ശരിക്കും ഈ ഫയറിൻ്റെ ഡെപ്ത് അറിയണം, ഡെൻസിറ്റി അറിയണം. എങ്കിൽ മാത്രമേ ഈ ഫയർ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ, സ്മോൾ ക്യാപ്പ് ക്യാരക്ടറുമായിട്ട് നമുക്ക് ചേർത്ത് പോകാൻ സാധിക്കത്തുള്ളൂ. അത് പ്രത്യേകം പഠിക്കേണ്ട കാര്യം തന്നെയാണ്, തറവായിട്ട് പഠിക്കേണ്ട സംഗതിയാണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് പ്രിയോറിറ്റി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഫണ്ട് അനാലിസിസ് ആണ്. അതിൻ്റെ അകത്ത് വാല്യുവേഷൻ അനാലിസിസ് ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ അനാലിസിസ് ഉണ്ട്, മനസ്സിലായി. അതിൻ്റെ അകത്ത് ക്യാഷ് ഫ്ലോ അനാലിസിസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ധാരാളം ക്രിട്ടിക്കലായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശരിക്കും സാധാരണ ഒരു റിസൾട്ട് വരുമ്പോൾ ഞാൻ ആദ്യം ബേസ് അനാലിസിസ് ചെയ്യുന്നത്. ഐ ഗോ ത്രൂ സംതിങ് അറൗണ്ട് ഒരു 1500-1700 സ്റ്റോക്കിൽ കൂടെ ഓൾമോസ്റ്റ് സെയിം ഡേ റിസൾട്ട് വന്ന അതേ ദിവസം തന്നെ രാത്രി കംപ്ലീറ്റ് ഉറക്കളിച്ച് ഞാൻ ഇരിക്കാറുണ്ട്. സപ്പോസ് ഇപ്പോൾ റിസൾട്ട് സീസണിൻ്റെ ഒരു തിക്നെസ് വരുന്നത് റിസൾട്ട് സീസൺ തുടങ്ങി ഒരു സംതിങ് അറൗണ്ട് 10 days കഴിയുമ്പോഴത്തേക്കും റിസൾട്ട് സീസൺ ആ പീക്കിലേക്ക് നീങ്ങി തുടങ്ങും. ദാറ്റ് മീൻസ് പതുക്കെ 100 സ്റ്റോക്ക്, 150 സ്റ്റോക്ക്, 200 സ്റ്റോക്ക്, 300 സ്റ്റോക്കൊക്കെ റിസൾട്ട് സെയിം ഡേ തന്നെ ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങും. ആ സമയത്തൊക്കെ നമ്മൾ ഹോൾ നൈറ്റ് വർക്ക് ചെയ്യേണ്ടി വരും. കാര്യം വെച്ചാൽ നമുക്കൊരു ദിവസം ഒരു 200 സ്റ്റോക്ക് റിസൾട്ട് വന്നാൽ നമ്മുടെ ടെമ്പററി നമ്മുടെ വാലിസ്റ്റിലേക്ക് ഹാർഡ്ലി ഒരു 30-35 സ്റ്റോക്ക് അല്ല 40 സ്റ്റോക്സേ പോകത്തുള്ളൂ. ഈ ടെമ്പററി വാർഷിൽ ഉള്ള സ്റ്റോക്കിനെ സെയിം ഡേ നൈറ്റിൽ തന്നെ അല്ല ഏർലി മോർണിംഗ് തന്നെ ഞാൻ കഴിവതും അതിൻ്റെ അകത്ത് ആ സ്റ്റോക്കുകളെ ഒന്നുകൂടെ റീഫിൽട്ടർ ചെയ്തിട്ട് മെയിൻ വാലിസ്റ്റിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്താറുണ്ട്. ശരിക്കും കാര്യം വെച്ചാൽ നമ്മുടെ കയ്യിൽ ട്രേഡ് ചെയ്യാനാപ്പാടെ 3 മാസമേ ഉള്ളൂ. 3 മാസത്തിനുള്ളിൽ അനാലിസിസും ആക്ഷനും ഒരുമിച്ച് കൊണ്ടുപോകണം. ശരിക്കും അനാലിസിസ് കഴിഞ്ഞിട്ട് ആക്ഷൻ ഡിലേ ആയി കഴിഞ്ഞാൽ അനാലിസിസ് നടത്തുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. സോ ഐ ആൾവേസ് ട്രൈ ടു മേക്ക് അനാലിസിസും ആക്ഷനും ഒരേ ദിവസം തന്നെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. മേ ബി 1-2 ദിവസം ഡിലേ ആയെന്ന് വരാം. ശരിക്കും അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം,
ഞാൻ ബേസിക്കലി ഒരു പുൾ ബാക്ക് ട്രേഡറാണ്, ഞാൻ ഒരു ബ്രേക്കപ്പ് ട്രേഡറല്ല. അപ്പോൾ നല്ലൊരു ഒരു ക്വാളിറ്റി സ്റ്റോക്ക്, ഒരു ഫണ്ടാ സ്ട്രോങ് റിസൾട്ട് തന്ന സ്റ്റോക്ക് ഒരു പെട്ടെന്നൊരു ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് പോകുന്ന നേരത്ത് ഞാൻ ബ്രേക്ക്ഔട്ടിനെ ഞാൻ ചേസ് ചെയ്യാറില്ല. ആ ബ്രേക്ക്ഔട്ട് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് തിരിച്ച് പുൾ ബാക്ക് വരുമ്പോൾ പുൾ ബാക്ക് ക്യാൻഡിൽ അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ എൻ്റെ എൻട്രി വർക്ക് ചെയ്യുന്നത്. എൻട്രി പുൾ ബാക്കിൻ്റെ ബേസിൽ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്. എൻട്രി ബേസിക്കലി RSI ഡൈവർജൻസി എൻട്രി എടുക്കാൻ സാധിക്കും. ദെൻ ഒഡീസി സോൺ എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട് കാണുന്ന ഒരു ഫിനോമിനാണ്. കാര്യം പല സ്റ്റോക്കുകളും, പല ക്വാളിറ്റി സ്റ്റോക്കുകളും, ടോപ്പ് ട്രെൻഡിങ് സ്റ്റോക്കുകളൊക്കെ പുൾ ബാക്ക് വരാൻ മടിക്കും. അതിന് പകരം പുൾ ബാക്ക് വരുന്നതിന് പകരം ഇത് റേഞ്ച് ക്രിയേറ്റ് ചെയ്യും. റേഞ്ചിൽ നിന്നാണ് പെട്ടെന്ന് ചാടിപ്പോകുന്നത്. ഈ റേഞ്ചിൻ്റെ അനാലിസിസ് നമുക്ക് RSIയിൽ ക്രിട്ടിക്കൽ ഒരു കൺസെപ്റ്റ് വെച്ച് RSI ഒഡീസി എന്ന് പറയും, അത് വെച്ച് നമുക്ക് അനലൈസ് ചെയ്താൽ നമുക്ക് അതിനകത്ത് എൻട്രി നമുക്ക് ബെസ്റ്റായിട്ട് എടുക്കാൻ സാധിക്കും. സോ RSI എന്താ പറയണ്ടേ, ഒഡീസി അനാലിസിസ് വെച്ച് നമ്മൾ എടുക്കാറുണ്ട്. ദെൻ കോൺഫ്ലുവൻസ് എന്ന് വെച്ചാൽ ഒന്നിലെ മൂവിങ് ആവറേജിൻ്റെ അല്ലെങ്കിൽ ഫിബോ ആയിട്ടുള്ള കോൺഫ്ലുവൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മൂവിങ് ആവറേജും എന്തെങ്കിലും സപ്പോർട്ട് സോണുമായിട്ട് ഒരു കോൺഫ്ലുവൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പിവട്ടുമായിട്ടുള്ള കോൺഫ്ലുവൻസ് ആയിരിക്കും. സോ ഏതെങ്കിലും കോൺഫ്ലുവൻസ് നോർമലി ഞാൻ നോക്കാറുണ്ട് എൻ്റെ എൻട്രിക്ക് വേണ്ടി ശരിക്ക് വിത്ത് പ്രൈസ് ആക്ഷൻ. പ്രൈസും ബുളിയും തമ്മിലുള്ള അനാലിസിസാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതാണ് നോർമലി എൻട്രിക്ക് വേണ്ടി എടുക്കുന്ന ഒരു ബേസിക് സ്ട്രാറ്റജി ബേസ്ഡ് ഓൺ ഏതാ ഫൈനൽ വാൾ ലിസ്റ്റിലെ സ്റ്റോക്കുകൾ. ഞാൻ പറഞ്ഞല്ലോ 2 വാൾ ലിസ്റ്റ് ഉണ്ട്, ടെമ്പററി ഉണ്ട്, ഫൈനലും ഉണ്ട്. ടെമ്പററിയിൽ നമുക്കൊരു 1700-1800 സ്റ്റോക്ക് അനലൈസ് കഴിയുന്ന ഒരു മാസമാണല്ലോ നോർമലി റിസൾട്ട് സീസൺ. ഒരു 1.5 മാസം നിൽക്കും. 1.5 മാസത്തിനുള്ളിൽ നമ്മുടെ ടെമ്പററി നിൽക്കുന്ന സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കും. ശരിക്കും ഒരു 1800 സ്റ്റോക്കിൽ ഒരു 200-250 സ്റ്റോക്സ് ടെമ്പററി അനാലിസിസിലേക്ക് നമുക്ക് വരും. അവിടെ നിന്നാണ് നമ്മൾ ഫൈനൽ അനാലിസിസിലേക്ക് 40-45 സ്റ്റോക്കിലേക്ക് വരുന്നത്. ഇതെല്ലാം സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ, ഒന്നും ഡിലേ ഇല്ല. ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഹോൾ നൈറ്റ് ഒരു 2-3 ആഴ്ച ഹോൾ നൈറ്റ് നമ്മൾ വർക്ക് ചെയ്യുന്നൊരു സമയമാണ് റിസൾട്ട് സീസൺ എന്ന് പറയുന്നത്. എക്സ്ട്രാ എഫർട്ട് എടുത്താൽ മാത്രമേ എക്സ്ട്രാ റിസൾട്ട് കിട്ടത്തുള്ളൂ. ശരിക്ക് എഫർട്ട് വീക്കാണെങ്കിൽ റിസൾട്ടും നോർമൽ കേസിൽ വീക്കായിരിക്കും. ശരിക്കും എക്സ്ട്രാ റിസൾട്ട് വേണോ, എക്സ്ട്രാ എഫർട്ട് എടുത്തേ മതിയാവും ശരിക്കും. സോ എൻട്രിക്ക് ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയണ്ടേ, പിവട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ക്രിട്ടിക്കലായിട്ട് ഉപയോഗിക്കുന്ന എൻട്രി മെത്തേഡ് എന്ന് വെച്ചാൽ റിലേറ്റീവ് സ്ട്രെങ്ത്തിൻ്റെ ബേസിൽ ട്രെൻഡിങ് സ്റ്റോക്കുകൾ, ദാറ്റ് മീൻസ് നിഫ്റ്റിയെക്കാളും ഔട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ, 3 മാസം 1 മാസം ഔട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളിലാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ പോകുന്നത് ശരിക്കും. നൗ എക്സിറ്റിനും സെയിം സ്ട്രാറ്റജിയാണ്. RSI ഡൈവർജൻസ് ഉപയോഗിക്കാറുണ്ട്, മീൻ റിവേഴ്സൺ ഉപയോഗിക്കാറുണ്ട്, ശരിക്ക് പ്രൈസ് ആക്ഷൻ ഉപയോഗിക്കാറുണ്ട്, ശരിക്കും പ്രൈസ് മുകളിൽ നമ്മൾ അനാലിസിസ് ഉപയോഗിക്കാറുണ്ട്, RSI ഉപയോഗിക്കാറുണ്ട്. RSIയിലെ എന്താ പറയണ്ടേ, ഒരു ബുള്ളിഷ് ഡൈവർജൻസിൽ നിന്നും ബെയറിഷ് ഡൈവർജൻസ്, അതുപോലെ നെഗറ്റീവ് ഡൈവർജൻസിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ RSI ഉപയോഗിക്കാറുണ്ട്. ശരിക്കും ഇതൊക്കെയാണ് എക്സിറ്റിന് ഉപയോഗിക്കുന്ന സംഗതികൾ. ഫ്രണ്ട്സ്, ഒരു ചെറിയ സർപ്രൈസ് നിങ്ങളോട് പറയാനുണ്ട്. ഈ ക്വാർട്ടർ റിസൾട്ട് മുതൽ ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കഴിവതും ഫാസ്റ്റായിട്ട് എന്ന് വെച്ചാൽ ഇന്ന് റിസൾട്ട് വന്നില്ല, ഇന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ടെമ്പററി വാൾ ലിസ്റ്റിൽ ആഡ് ചെയ്യാനായിട്ടുള്ള സ്റ്റോക്കിൻ്റെ പേരും കൂടെ പറഞ്ഞു തരും. എന്ന് വെച്ചാൽ 10 സ്റ്റോക്ക് റിസൾട്ട് വന്നു, അതിൻ്റെ അകത്ത് ഒരു 6 സ്റ്റോക്ക് ആയിരിക്കും നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ടെമ്പററി വാൾ ലിസ്റ്റിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന 2 സ്റ്റോക്കുകൾ, ആ 2 സ്റ്റോക്കിൻ്റെ പേര് പറഞ്ഞു തരും. ടെമ്പററി വാൾ ലിസ്റ്റ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആ 2 സ്റ്റോക്കുകളെ കൂടുതൽ അനലൈസ് ചെയ്യാനായിട്ട്, ഡീപ്പറായിട്ട് പഠിക്കാനായിട്ട് മാറ്റിയിടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആ മാറ്റിയിടുന്ന സ്റ്റോക്കിൽ നിങ്ങൾ കൂടി ഡീപ്പറായിട്ട് പഠിച്ചിട്ട് നിങ്ങളുടെ രീതിയിലുള്ള ഫണ്ട അനലൈസ് ചെയ്തതിന് ശേഷം, നിങ്ങളുടെ രീതിയിലുള്ള ടെക്നിക്കൽ അനലൈസിന് ശേഷം നിങ്ങൾക്ക് ആ സ്റ്റോക്ക് റിയൽ വാച്ച് ലിസ്റ്റിലേക്ക് എന്ന് വെച്ചാൽ ഫൈനൽ വാച്ച് ലിസ്റ്റിലേക്ക് മാറ്റണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും. പക്ഷേ ഒരു ടെമ്പററി വാച്ച് ലിസ്റ്റ് എന്നാൽ നിങ്ങളുടെ വർക്ക് അത്രയും കുറഞ്ഞ് കിട്ടും അല്ലേ ശരിക്കും. അവിടെ നിന്ന് നിങ്ങൾ ഒരു റിയൽ വാച്ച് ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ ടെമ്പററി വാച്ച് ലിസ്റ്റ് ഒരു 200 സ്റ്റോക്സ് കിട്ടുവാണെങ്കിൽ അവിടുന്ന് റിയൽ വാച്ച് ലിസ്റ്റിലേക്ക് ഒരു 10, 40, 50 സ്റ്റോക്ക് എടുക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ശരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്റ്റോക്ക് മാത്രം മതി ഒരു ക്വാർട്ടറിലേക്ക് ഇൻട്രാഡേ ചെയ്യാനും, സ്വിംഗ് ട്രേഡ് ചെയ്യാനും, ഈവൻ വീക്ക്ലി ട്രേഡ് ചെയ്യാനും. വീക്ക്ലി ട്രേഡ് എന്ന് വെച്ചാൽ എന്താ, മാർക്കറ്റിൻ്റെ ക്യാരക്ടർ അനുസരിച്ചാണ് നമ്മുടെ എൻട്രി നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. മാർക്കറ്റ് എക്സ്ട്രീംലി ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ 4 hours പുൾ ബാക്ക് നമ്മൾ വർക്ക് ചെയ്യും. മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആണെങ്കിൽ വിത്ത് ബുള്ളിഷ് സൈൻ ആണെങ്കിൽ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം നമ്മൾ വർക്ക് ചെയ്യും. മാർക്കറ്റ് ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ബേറിഷ് മാർക്കറ്റാണ്. നമ്മളിപ്പോൾ 3-4 ദിവസം നിഫ്റ്റി കയറുന്നുണ്ട്. നിഫ്റ്റി മാക്സ് ന്യൂട്രൽ സോണിൽ എത്തിയിട്ടേ ഉള്ളൂ ശരിക്കും. ആ ബേറിഷിൽ നിന്ന് ന്യൂട്രൽ സോണിൽ എത്തിയിട്ടേ ഉള്ളൂ മാക്സ് ശരിക്കും പറയാനാണെങ്കിൽ. ഇങ്ങനത്തെ മാർക്കറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ വീക്ക്ലി പുൾ ബാക്കിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ തറവായിട്ടുള്ള 40-45 സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പുൾ ബാക്ക് വരുന്ന സ്റ്റോക്ക് മാത്രം മേടിച്ചിട്ട്, എന്ന് വെച്ചാൽ ഈ വാച്ച് ലിസ്റ്റിൽ നിന്നും പുൾ ബാക്കിൽ വരുന്ന സ്റ്റോക്കുകൾ, ഏത് പുൾ ബാക്കിലാണ്, വീക്കിലി പുൾ ബാക്കിൽ വന്നിട്ട് അവിടുന്ന് ബൗൺസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ശ്രദ്ധിക്കണം. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, എക്സെപ്ഷണൽ റിസൾട്ട് എന്ന സ്റ്റോക്കുകളൊക്കെ നോർമൽ കേസിൽ, സാധാരണ കേസിൽ
വീക്കിലിൽ നിന്നും പുൾ ബാക്ക് എടുക്കും. ഈ പുൾ ബാക്കിൽ നിന്ന് നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 1 വീക്ക് ട്രേഡ് കൊണ്ട് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. 10%, 12%, 15% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും അറ്റ്ലീസ്റ്റ് എന്താ പറയേണ്ടത്, വൺസ് ഇൻ 7 ഡേയ്സ് ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വാല്യൂ സ്റ്റോക്കുകൾ പക്കയാണെങ്കിൽ ഒരു സ്റ്റോക്കിൽ നിങ്ങൾ 5% വർക്കൗട്ട് ചെയ്യുക. ഒരു മാസം നിങ്ങൾക്ക് 3 ട്രേഡ് കിട്ടിയപ്പോൾ എത്ര % നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത്, അങ്ങനെ ഒരു ക്വാർട്ടറിൽ എത്ര % കിട്ടുമെന്ന് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കും. ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എക്സെപ്ഷണൽ ആയിട്ടുള്ള വാച്ച് ലിസ്റ്റാണ് വേണ്ടത്. ബാക്കിയുള്ള ടെക്നിക്കൽ അനാലിസിസും ബിഹേവിയർ അനാലിസിസും ഒക്കെ തന്നെയും ഈ വാച്ച് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. വാച്ച് ലിസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ടെക്നിക്കലോ അല്ലെങ്കിൽ ബിഹേവിയറിലോ ഒക്കെ നമ്മൾ വർക്ക് ചെയ്താലും അത് തരുന്ന റിസൾട്ട് നോർമലി വീക്കായിരിക്കും. ശരിക്കും നിങ്ങൾ സ്ട്രോങ് റിസൾട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക, സ്ട്രോങ് സ്റ്റോക്കിൽ വർക്ക് ചെയ്യുക, സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കിൽ, സ്ട്രോങ് ആയിട്ട് എക്സെപ്ഷണൽ ഫണ്ട എന്താ പറയണ്ടത് ഇമ്പ്രൂവ്മെൻറ്റ് തോന്നുന്ന സ്റ്റോക്കിൽ, ബെസ്റ്റ് റിസൾട്ട് വന്ന സ്റ്റോക്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക, നിങ്ങൾ വർക്ക് ചെയ്യുക. ശരിക്കും എങ്കിൽ മാത്രമേ നിങ്ങളുടെ റിട്ടേൺ ഔട്ട്പുട്ട് എന്ന് പറയുന്ന സംഗതി വളരെ ബെറ്ററായിട്ട് വരത്തുള്ളൂ. ശരിക്കും പേഴ്സണലി ഞാനെപ്പോഴും വാല്യൂ സ്റ്റോക്കാണ് വർക്ക് ചെയ്യുന്നത്, ഗ്രോത്ത് സ്റ്റോക്കല്ല. കാര്യം ഇപ്പോഴത്തെ ഒരു ഹൈ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സിനാരിയോയിൽ, ഇപ്പോഴത്തെ ഹ്യൂജ് ബെയറിഷ് മാർക്കറ്റിൽ ഗ്രോത്ത് സ്റ്റോക്കിൽ വർക്ക് ചെയ്ത റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഈ സിനാറിലൊക്കെ തന്നെ വാല്യൂ സ്റ്റോക്കിലാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും, എൻ്റെ ട്രേഡ് എപ്പോഴും പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റിയെ ഔട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കിൽ മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഔട്ട് പെർഫോമൻസ് എങ്ങനെയാണ്? 3 മന്ത്സിലും 1 മന്തിലും നിഫ്റ്റിയെക്കാളിലും ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾക്ക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമേ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാവുള്ളൂ. കാര്യം നമ്മൾ ബേസിക്കലി ഒരു എന്താ പറയണ്ടേ, ഒരു മ്യൂച്വൽ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കണക്കുള്ള വാല്യൂ സോണിൽ നിന്നല്ല മേടിക്കുന്നത്. നമ്മൾ മൊമെൻറ്റം സോണിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു മൊമെൻറ്റം കിട്ടിയാൽ നമ്മൾ എക്സിറ്റ് ചെയ്യും. ശരിക്കും മ്യൂച്വൽ ഫണ്ടൊക്കെ 4 ഇയേഴ്സ് 5 ഇയേഴ്സ് 10 ഇയേഴ്സ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് മൊമെൻറ്റം പതുക്കെ കിട്ടിയാൽ മതി, നമ്മൾക്ക് മൊമെൻറ്റം സ്പീഡിൽ കിട്ടാം. അപ്പോൾ നമ്മൾ മൊമെൻറ്റത്തിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റിയെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രം നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ് RSI ജംഗ്ഷൻസ്. ഓരോ ജംഗ്ഷനിലും RSIയുടെ വാല്യൂ, ആ മൊമെൻറ്റ് എത്രയാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ക്രിട്ടിക്കലായിട്ടുള്ളൊരു അസസ്മെൻ്റ് ഉണ്ട്. അത് EMA കോൺഫിഡൻസ് ആകാം, അല്ലെങ്കിൽ EMA ഫിബും കൂടുതൽ കോൺഫിഡൻസ് ആകും, അല്ലെങ്കിൽ ഫിബും പിവറ്റും കൂടുതൽ കോൺഫിഡൻസ് ആകും. ഇപ്പം ഈ വീക്ക്ലി പുൾ ബാക്കിൽ നമ്മൾ കറക്റ്റായിട്ട് ജമ്പ് ചെയ്യുന്ന അവിടെ നിന്ന് സ്ട്രൈക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കിൽ കറക്റ്റ് ഒരു കോൺഫിഡൻസും കൂടെ കിട്ടുവാണെങ്കിൽ നമ്മുടെ പ്രോബിലിറ്റി ഓഫ് സക്സസ് വളരെ കൂടുതലായിരിക്കും. ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ട്രേഡിൽ നിങ്ങൾ ആഡ് ചെയ്യണം. ശരിക്കും ഇതൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബെസ്റ്റ് ട്രേഡിംഗ് മെത്തേഡ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ സാധാരണ ട്രേഡ് ചെയ്യുന്ന മെത്തേഡും. ശരിക്കും ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നുകൂടെ സൈഡിൽ എഴുതി കാണിക്കുകയാണ്, നിങ്ങൾ മനസ്സിലാക്കുക. സോ ഫസ്റ്റ് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റോക്ക്, എക്സെപ്ഷണൽ റിസൾട്ട് എന്ന സ്റ്റോക്കുകൾ, എസ്പെഷ്യലി ബ്ലോക്ക് ബസ്റ്റർ റിസൾട്ട്. ഒരു 10-12 ക്രൈറ്റീരിയ ഉണ്ട്. ഞാൻ നിങ്ങളെ സാധാരണ കാണിക്കുന്ന 2 ക്രൈറ്റീരിയ കാണിക്കാറുള്ളൂ. അതായത് എന്താ പറയണ്ടേ, ക്വാർട്ടർ റിസൾട്ട് അനാലിസിസ് അടുത്തുള്ള ഇയർ ഓൺ ഇയർ അനാലിസിസും സ്വീക്കൻസിലും മാത്രമേ സാധാരണ സമയത്തിൻ്റെ കുറവ് കൊണ്ട് കാണിക്കാറുള്ളൂ. അതല്ല 10-12 അനാലിസിസുകൾ വേറെ ചെയ്യാനുണ്ട്. സോ ഈ അനാലിസുകൾ അത് കഴിഞ്ഞ ശേഷം സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക്, നിഫ്റ്റിയുമായിട്ട് ഔട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ, സ്റ്റോക്സ് നിയർ ഓൾ ടൈം ഹൈ ഓർ സ്റ്റോക്സ് നിയർ 52 വീക്ക് ഹൈയിൽ പുൾ ബാക്കി കിടക്കുന്ന സ്റ്റോക്കുകൾ. ദെൻ കറണ്ട് എക്സ്ട്രീംലി ബേഴ്സ് മാർക്കറ്റിൽ വീക്ക്ലി പുൾ ബാക്കിൽ നിന്ന് ജമ്പ് ചെയ്യുന്ന സ്റ്റോക്കുകൾ. ആ ജമ്പിങ് ടൈമിൽ അത് ഒരു കോൺഫിഡൻസ് സോണിലാണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ചേരുമ്പോഴാണ് നമുക്ക് ബെസ്റ്റ് ട്രേഡ് നമുക്ക് എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ. ശരി, ഞാൻ ഒരു ഷോർട്ട് ടൈം ട്രേഡറാണ്, ഞാൻ ഒരു സ്മോൾ ക്യാപ് ട്രേഡറാണ്. ഞാൻ വിത്തിൻ 3 മന്ത്സിനുള്ളിൽ എൻട്രിയും എക്സിറ്റും നടത്തിയിരിക്കുന്ന ഒരു ട്രേഡറാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണത്. ഇറ്റ് നീഡ്സ് എന്താ പറയണ്ടേ, വളരെ ഡീപ്പായിട്ടുള്ള സ്കിൽസും വളരെ ഡീപ്പായിട്ടുള്ള ഇവാലുവേഷനും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണത്. അതിനുള്ള സമയവും അതിനുള്ള എന്താ പറയണ്ടേ ഒരു ലെവൽ ഓഫ് പാഷനും ഉണ്ടെങ്കിൽ തീർച്ചയായും അത് വലിയ സക്സസ്സിലേക്ക് നിങ്ങളെ നയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സൈനിങ് ഓഫ്, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.